ബാലാജി, എന്താ ഇത്? ഈ സിറ്റി ഇപ്പൊ കുറെ ഗുണ്ടകളുടെ കയ്യിലാ. മേരി ടീച്ചറുടെ കൊലപാതകം ഇപ്പോ ആ പയ്യൻ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സർ, ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് സർ. എന്ത് ഇൻവെസ്റ്റിഗേഷൻ? ഞാൻ ഈ സിറ്റി മേയറാ. ഈ നഗരത്തിൽ നടക്കുന്ന ക്രൈമുകൾക്ക് ജനങ്ങളോട് ഞാനാണ് ഉത്തരം പറയേണ്ടത്. സർ, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ബിലാലിനെ അറസ്റ്റ് ചെയ്യാത്തത്? അത് സാർ, അറസ്റ്റ് ചെയ്യാൻ നോ എവിഡൻസ്. ഞാൻ അന്വേഷിച്ചു. അയാളുടെ വീട്ടിലേക്കാണ് ഗുണ്ടകൾ വന്നത്. They killed his brother. അയാളുടെ ഫാമിലി രക്ഷിക്കാൻ അയാൾ ഷൂട്ട് ചെയ്തത്. ഇറ്റ്സ് ജസ്റ്റ് സെൽഫ് ഡിഫൻസ്. പിന്നെ സർക്കാർ തലയ്ക്ക് വിളയിട്ടിരിക്കുന്നവരാ അവിടെ തീർന്നിരിക്കുന്നത്. ഓ, അതിന്റെ അർത്ഥം നിങ്ങൾ ബിലാലിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. അതിന്റെ ആവശ്യമില്ല സർ. ഈ പണി ചെയ്യാൻ തനിക്കെന്താടോ, അവനാണോ കാശ് തരുന്നത്? എനിക്ക് ഈ പണി ചെയ്യാൻ നീങ്ങളുമല്ല കാശ് തരുന്നത്. പിന്നെ എനിക്ക് ഇതൊന്നും ഇവിടെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. യു ആർ ജസ്റ്റ് ദ മേയർ ഓഫ് ദ സിറ്റി. നാട്ടിലെ മുഖ്യമന്ത്രി അല്ലല്ലോ ഇത്ര വേവലാതിപ്പെട. തെളിവുണ്ടെങ്കിൽ ഞാൻ അറസ്റ്റ് ചെയ്യും. തൽക്കാലം അങ്ങനെ ചെയ്യാൻ നിവൃത്തികൊള്ളൂ. എന്ത് എവിഡൻസ്? തെളിവുണ്ടായിട്ടാണോ നിങ്ങൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നത്? തെളിവൊന്നും വേണ്ടെങ്കിൽ ചില മാന്യന്മാരെടുത്ത് അകത്തോട്ടിടും. പിന്നെ തെളിയാത്തത് പലതും തെളിയും. എന്താ ACP ഇത്? ഇവിടെ 5-6 മാസമല്ലേ ഉള്ളൂ. അതങ്ങ് ചുമ്മാ സെലിബ്രേറ്റ് ചെയ്യേ. சார், நீங்கள் விழிச்சிட்டான நான் ഇവിടെ வந்தது. എൻ്റെ സംസ്കാരം മാന്യതം. സാർ, நான் மெட்ராஸில் பிறந்து வந்தேன் சார். இதை விட பெரிய ரோடிலாம் நான் பார்த்துட்டேன் சார். ஐம் கோயிங் டு செலிப்ரேட். டீச்சரை கொண்டவன் ஆன்டிக்கிற பேரில் குழந்தைகளை வெளிநாடுக்கு அனுப்புறோம்லாம் இன்னும் 6 மாதம் என்கவுண்டரில் போட்டு தள்ளிட்டு அதுக்கப்புறம் செலிப்ரேட் பண்ணுவோம் சார். அது வரைக்கும் இந்த தேவையா பசங்கிட்ட பேச வேண்டிய அவசியம் எனக்கு இல்லை சார். யார் சார்? ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. ടോണി, ഇയാളൊരു IPS ഓഫീസറാ. ഞാൻ പറഞ്ഞിട്ട് അയാൾ വന്നത്. ഇനി ഞാൻ പറയും, താൻ അനുസരിക്കും.